പണ്ടാരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ കേസെടുത്ത് പോലീസ്. വകുപ്പ് മേധാവി ഡോക്ടർ ലളിതാംബികയെ പ്രതിയേർത്തു. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദ ഉൾപ്പെടെയുള്ളവർ നിലവിൽ പ്രതികളല്ല എന്നാണ് വിവരം. സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട് ഇന്ന് ലഭിക്കും. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഉഷാ ജോസഫിന്റെ ശസ്ത്രക്രിയയും നടക്കും. ശരണ്യ സ്നേഹജനും ഒപ്പം നവമി ദിനേശും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ശരണ്യ, ആദ്യം ഈ കേസിലേക്ക് പോകാം. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ പ്രതിയല്ല, പക്ഷേ വകുപ്പ് മേധാവി പ്രതിയാണ്. അവർ റിട്ടയർ ചെയ്ത ആൾ കൂടിയാണ്. അവരുടെ ഇന്നലത്തെ പരാമർശങ്ങൾ ആരോഗ്യമന്ത്രിയെ ചൊടിപ്പിക്കുകയും മറ്റും ചെയ്തിരുന്നു. എന്താണ് വിവരങ്ങൾ? ആരൊക്കെയാണ് പ്രതികൾ? എന്താണ് പോലീസിന്റെ നീക്കം? രഞ്ജിത്ത്, ഇന്നലെ ഉഷയുടെ സഹോദരന്റെ ഭാര്യ നൽകിയ പരാതിയിന്മേലാണ് അമ്പലപ്പുഴ പോലീസ് ഡോക്ടർ ലളിതാംബികയ്ക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. ഈ ഡോക്ടർ ഷാഹിദ അടക്കമുള്ള 3 ഗൈനക്കോളജിസ്റ്റുകളാണ് സർജറി ചെയ്തത് എന്നുള്ള വിവരമാണ് ഇന്നലെ ഔദ്യോഗികമായി ആശുപത്രി അധികൃതർ പുറത്തുവിട്ടിരുന്നത്. പക്ഷേ ഈ ഡോക്ടർ ലളിതാംബികയെ പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ഇപ്പോൾ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റുള്ളവർ പ്രതിയാക്കപ്പെടാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഉയർന്നിൽക്കുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നും എനിക്ക് തോന്നുന്നു ആ കുടുംബം മൊഴി നൽകിയിരിക്കുന്നത് ലളിതാംബികയുടെ ചികിത്സയിൽ, അതായത് ലളിതാംബികയെ ആണ് ചികിത്സയ്ക്കാൻ സമീപിച്ചതും ഇന്നലെ മകൻ വ്യക്തമാക്കിയ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ഈ സർജറിക്ക് മുമ്പ് ഡോക്ടറെ സമീപിച്ച് ഡോക്ടർക്ക് പണം അടക്കം, അതായത് മുഴയുമായി ആദ്യം സമീപിക്കുന്നത് ഡോക്ടർ ലളിതാംബികയുടെ വീട്ടിലാണ്, പ്രൈവറ്റ് പ്രാക്ടീസ് ഉള്ള ഇടത്താണ് സമീപിക്കുന്നത്. മാത്രമല്ല അവിടെ എത്തുകയും പിന്നീട് സർജറിക്ക് റെഫർ ചെയ്യുകയും ഒപ്പം തന്നെ ശസ്ത്രക്രിയക്ക് തൊട്ട് മുമ്പ് പണം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള ഗുരുതരമായ കാര്യം ഈ ഉഷയുടെ മകൻ വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ ഡോക്ടറുടെ അണ്ടറിൽ തന്നെയാണ് ഈ ആശുപത്രിയിലേക്ക് ഈ സർജറിക്കായി ഇവർ എത്തിയത് എന്നുള്ള വാദമാണ് കുടുംബം ഉന്നയിക്കുന്നത്. ഈ യൂണിറ്റിന്റെ ചാർജ്, അതായത് ഈ സർജറി നടന്ന ആ യൂണിറ്റിന്റെ ചാർജും ഡോക്ടർ ലളിതാംബികയ്ക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കം വ്യക്തമാക്കിയത് ഡോക്ടർ ലളിതാംബികയ്ക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അതിന്റെ കൂടുതൽ വിശദമാക്കാൻ അവർ തയ്യാറായിരുന്നില്ല. മറ്റു കാര്യങ്ങൾ ഇന്നലെ ഇവിടെ നൽകിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർക്ക് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള റിപ്പോർട്ടാണോ എന്നറിയില്ല. ഡോക്ടർ പറഞ്ഞു മാത്രമാണ് നമുക്ക് അറിയാവുന്നത് ഈ സർജറിയിൽ അവർ ഇൻവോൾവ് അല്ലായിരുന്നു എന്നുള്ളത്. പക്ഷേ അതിനകത്ത് ഉണ്ടോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഇതിനകത്ത് പോലീസ് ഇന്നലെ തന്നെ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു നിയമപരമായ നടപടിക്രമങ്ങളിലേക്ക് പോകും. അതിനകത്ത് പോലീസിനും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണവും ഉണ്ടാകും എന്നുള്ളത് വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 125A-യും 125B-യും BNS പ്രകാരമാണ് FIR ഇട്ടിട്ടുള്ളത്. കൃത്യവിലോപത്തിനാണ്. കൃത്യവിലോപവും ജീവന് അപകടമുണ്ടാകുന്ന രീതിയിലുള്ള കൃത്യവിലോപം അശ്രദ്ധയ്ക്കുമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് പ്രകാരം 3 മാസം മുതൽ 6 മാസം മുതൽ 3 വർഷം വരെ തടവ് കിട്ടാവുന്ന രീതിയിലുള്ള വകുപ്പുകളാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിനകത്ത് മറ്റുള്ളവർക്കെതിരെ എന്തുകൊണ്ടാണ് ആ കേസ് വരാതിരുന്നത്? ഒരുപക്ഷെ അവരുടെ ഇൻവോൾവ്മെന്റ് എത്രയാണോ, അല്ലെങ്കിൽ ഇവർ ചെയ്യേണ്ട ശസ്ത്രക്രിയയായിരുന്നോ, ഇവർ അതിനകത്ത് ഉണ്ടായിരുന്നോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും ആശുപത്രി അധികൃതർ വിശദീകരിക്കേണ്ടതായുണ്ട്. നിലവിൽ ഇപ്പോൾ ഡോക്ടർ ലളിതാംബികയ്ക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ശരി, തുടരുക ശരണ്യ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.